ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? എനിക്കും വലിയ കുഴപ്പമില്ലാണ്ടൊക്കെ അങ്ങനെ പോകണം കേട്ടോ. ഇന്ന് ഞാനല്ല കേട്ടോ പൊന്നൂനാക്കാൻ പോകുന്നത്, ജൂഡ്സനാണേ. അവൾ പപ്പേനെ സോപ്പിട്ട് കാലുവേദന എന്നൊക്കെ പറഞ്ഞ് ഒന്ന് കൊണ്ടാക്കിത്താന്ന് അങ്ങനെയൊക്കെ പറഞ്ഞ് ജൂഡ്സൻ അവളെ കൊണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ജൂഡ്സനാണ് ഇന്ന് ബൈക്കിന് കൊണ്ട് ആക്കുന്നത്. അപ്പം ഞാനോർത്തു എന്നാൽ ഇന്നലെ എടുത്തു വെച്ച വീഡിയോ എഡിറ്റ് ചെയ്ത് രാവിലെ തന്നെ അത് അങ്ങോട്ട് അപ്ലോഡ് ചെയ്യാം. കുറേ ദിവസമായില്ലേ മോർണിംഗ് വീഡിയോ ഇട്ടിട്ട്. വീഡിയോ എടുക്കാനുള്ള സമയം കിട്ടുന്നില്ല. വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ കൊതുക് ഒരു തരി പോലും നിർത്തുന്നില്ലെന്നേ. കുറച്ച് ചെടിയും വിത്തൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, പക്ഷെ അതൊന്നും നടാനുള്ളൊരു സമയവും സൗകര്യവും കിട്ടണ്ടേ നമുക്ക്. കൊച്ചിയിൽ ഭയങ്കര കൊതുകാണ് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത കൊതുകാണേ. എനിക്ക് ഒരു പ്ലാന്റ് കിട്ടിയിട്ടാ. കഴിഞ്ഞ ദിവസം പൊന്നൂനാക്കിയിട്ട് ഞാൻ സീമയുടെ വീട്ടിലോട്ട് പോണ വഴിക്ക് റോഡ് സൈഡിൽ നിന്നതാണ്. നല്ല ഭംഗിയുള്ള പൂവാണ് കേട്ടോ. പലരും ചെടികളുടെ കൂടെ ഗാർഡനിൽ വെച്ച് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. എങ്കിലും ഇത് റോഡ് സൈഡിലും മുളച്ച് നിൽക്കുന്ന ഒരു ചെടിയാണ്. കഴിഞ്ഞ ദിവസം എനിക്കൊരു കമൻ്റ് ഉണ്ടായിരുന്നു കേട്ടോ, എന്തിനാണ് ഇങ്ങനെ വഴിയരികിലെ ചെടികളൊക്കെ എല്ലാം പറിച്ചെടുക്കുന്നത്, അതുപോലെ അവരോട് ചോദിച്ചിട്ട് എടുത്തൂടെ, അല്ലെങ്കിൽ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചൂടെ എന്നൊക്കെ ചോദിച്ചിട്ട്. ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന ഓരോ പുല്ലിനും ഒരു പ്രത്യേക ഭംഗിയുണ്ട്. അത് സൂക്ഷിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. ഒരു ചെറിയൊരു കാക്കപ്പൂവിനാണെങ്കിൽ പോലും എന്തൊരു ഭംഗിയാണെന്ന് അത് സൂക്ഷിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ. അതിൻ്റെ കളർ കോമ്പിനേഷനും അതിൻ്റെ ഒരു ഷേപ്പും എല്ലാം ഒരു പ്രത്യേക ഭംഗിയാണ്. അത് നമുക്ക് നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചാൽ എന്താണ് കുഴപ്പം? പിന്നെ റോഡ് സൈഡിലുള്ള ചെടികളാകുമ്പോൾ ആരോടാ ചോദിക്കുക? ആരുടെയും വീട്ടുമുറ്റത്തുനിന്ന് ഒരിക്കലും ഒരു മര്യാദയുള്ള ഒരു മനുഷ്യൻ ചോദിക്കാതെയും പറയാതെയും എടുത്തുകൊണ്ട് പോരില്ലെന്നാണ് എൻ്റെ വിശ്വാസം. എൻ്റെ സ്വഭാവം അങ്ങനെയാണ്. അഥവാ നമുക്ക് അടുപ്പമുള്ളവരാണെങ്കിൽ, പരിചയമുള്ളവരാണെങ്കിൽ ഒരു വാക്ക് ചോദിച്ച് അവർ സമ്മതത്തോടെ തരുവാണെങ്കിൽ, ഇഷ്ടത്തോടെ തരുവാണെങ്കിൽ മാത്രമേ നമ്മൾ കൊണ്ടുവന്ന് വയ്ക്കുകയുള്ളൂ. പിന്നെ ഒത്തിരി സാമ്പത്തികമുള്ള ആളൊന്നുമല്ല, ഞാനൊരു സാധാരണക്കാരിയാണ്. ഒരു മരപ്പണിക്കാരൻ്റെ വൈഫാണ്, ഒരു തയ്യൽക്കാരിയാണ്. അപ്പോൾ അങ്ങനെ ഇങ്ങനെയൊക്കെ വലിയ കുഴപ്പമില്ലാണ്ട് അങ്ങനെ തട്ടിമുട്ടിയൊക്കെ പോകണമെന്നേ ഉള്ളൂ. അപ്പോൾ എപ്പോഴും നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റില്ല, പറ്റുന്ന സമയത്ത് വാങ്ങിക്കാറുണ്ട് കേട്ടോ. ഈ ചെടികളോടും പൂക്കളോടുമൊക്കെയുള്ള ഇഷ്ടം ഈ വീഡിയോ തുടങ്ങിയ സമയത്ത്, അല്ലെങ്കിൽ ചാനൽ തുടങ്ങിയ സമയത്ത് തുടങ്ങിയതല്ല കേട്ടോ. എൻ്റെ കുഞ്ഞുനാളിൽ എൻ്റെ അപ്പച്ചനും അമ്മച്ചിയൊക്കെ ചെടിയും പിന്നെ പച്ചക്കറികളൊക്കെ നടണത് കണ്ട് വളർന്നത് കൊണ്ടുള്ള ഒരു ഇഷ്ടം, ഒരു മാനസികമായിട്ടുള്ളൊരു അടുപ്പം കൂടിയുണ്ട്. അപ്പോൾ പറ്റാവുന്നത്ര ചെടി കളക്ട് ചെയ്യുക, എണ്ണം കൂട്ടുക, വീഡിയോ എടുക്കുക, അതൊക്കെ ഇപ്പോൾ ഈ ചാനൽ തുടങ്ങിയപ്പോഴുള്ള ശീലമാണേ.